ശ്രീ പി വി അൻവർ, ഈ സ്ഥലമാറ്റത്തെക്കുറിച്ചും നടപടിയെക്കുറിച്ചും താങ്കൾ അറിഞ്ഞു കാണും. താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങൾ, അതിൽ നടപടി വരികയാണ്. തൃപ്തികരമാണോ? ആശ്വാസകരമാണ്. ഈ ഗവൺമെന്റ് ഒന്നും ചെയ്യില്ല, മുഖ്യമന്ത്രി ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നവർക്ക് ഉള്ള മറുപടി കൂടിയാണ്. ഒന്നാം ഘട്ടത്തിൽ സുജിത് ദാസ് പോയി IPS, ഇപ്പൊ ശശിധരൻ IPS പോകുന്നു, ഡിവൈഎസ്പിമാര് പോകുന്നു. ഈ അജിത് കുമാറിന്റെ കൊള്ളസംഘത്തിലുള്ളവർ മുഴുവൻ, കാരണം ഞാൻ ആരോപിച്ച പുറത്തു പറഞ്ഞ കാര്യങ്ങളിൽ 99% നടന്നത് ഈ ജില്ലയിലാണ്. അദ്ദേഹത്തിന്റെ ഒരു കാരാക്കൂസ് സംഘം തന്നെയായിരുന്നു വീണ്ടും ഇവിടെ വന്നിരുന്നത്. ആ സംഘത്തിലെ പ്രബലരാണ് ഇപ്പൊ ജില്ലക്ക് പുറത്തു പോകുന്നത്. സ്വാഭാവികമായിട്ടും ശക്തമായ അടുത്ത വിക്കറ്റ് വീണു. അല്ല, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പറയാം. വിക്കറ്റുകൾ വീണുകൊണ്ടേയിരിക്കും. ഈ വീഴാതെ പോവില്ല. ഇപ്പൊ ആടി നിൽക്കുന്ന വിക്കറ്റുകളും തെറിക്കും. താങ്കൾ പറഞ്ഞോളൂ. അല്ല, അതൊരു നടപടിക്രമത്തിന്റെ ഭാഗമാണല്ലോ. നമുക്ക് നോക്കാം. ഈ ഗവൺമെന്റിൽ ഈ പാർട്ടി കാര്യമൊക്കെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞതാണ്, പോലീസിൽ പുഴുക്കുത്തുകളുണ്ട്, അവരെ ഒരാളെയും ഇതിൽ നിലനിർത്തില്ല, ശക്തമായ നടപടികൾ ഉണ്ടാകും. ഇപ്പൊ വരുന്ന ഈ ക്രിമിനലിസം കണ്ടാണ് പുതിയ ഒരു എന്താ പറയാ പുതുതലമുറ പോലീസ് ഉദ്യോഗസ്ഥർക്ക്, ഈ പോലീസിലേക്ക് വരുന്നവർക്ക് എന്ത് മാതൃകയാണ് ഈ അജിത് കുമാറിനൊക്കെ കൊടുക്കാനുള്ളത്? ഈ കൊള്ളസംഘത്തിന്റെ ഭാഗമായിട്ടുള്ള മാതൃകയാണോ? താങ്കൾ പറഞ്ഞു 99% താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങൾ അതെല്ലാം ശരിയാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നടപടികളെന്ന്. താങ്കൾ ഏറ്റവും കൂടുതൽ ആരോപണം 99% ആരോപണം ഉന്നയിച്ചതും ADGP MR അജിത് കുമാറിനെതിരെയാണ്. ആ നടപടിയും ഉടൻ പ്രതീക്ഷിക്കാമോ? എന്ത് സംശയം? കേരളം ഈസ് വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഓൾ കേരള പീപ്പിൾ, including all parties, without caste and creed. Everybody wants to know that. We are expecting that. If God bless us, we can see it. അത്രേ കാര്യത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. ഇപ്പം നടപടികൾ വരുന്നുണ്ട്. താങ്കൾ എണ്ണി പറഞ്ഞ ഓരോരുത്തരെയുമാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. നമുക്കത് കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ആദ്യം സുജിത് ദാസ് വന്നു, ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു ഇപ്പൊ ശശിധരൻ അടക്കം സ്ഥലം മാറ്റം. അതിലൊതുങ്ങുന്നില്ല. താങ്കൾ ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച വ്യക്തി ഇപ്പോഴും ADGP ആയി നിലനിൽക്കുകയാണ് ശ്രീ PV അൻവർ. അതിലേക്കും കൂടി എത്തുമോ ഈ നടപടികളൊക്കെ? ഒരു തർക്കമില്ല. അതിലേക്ക് എത്താതെ എങ്ങോട്ട് പോകാനാണ് മൈ സിസ്റ്റർ. എനിക്ക് അപ്പുറത്ത് ആരാന്ന് അറിയില്ല. അത് എത്താതിരിക്കാൻ കഴിയോ? എത്താതിരിക്കാൻ കഴിയില്ലല്ലോ. അവിടെ നമ്മളൊരു അപ്സ്റ്റെയറിലേക്ക് കയറുമ്പോ നേരെ നമുക്ക് കാലടിച്ച് കയറാൻ കഴിയില്ലല്ലോ. നമ്മൾ താഴെ സ്റ്റെപ്പിൽ നിന്ന് കയറി വന്നിട്ട് അപ്സ്റ്റെയറിലെത്താൻ. ദാറ്റ് ഈസ് വാട്ട് ഈസ് എ പ്രോസസ്. ആ പ്രോസസ് ഇതിൽ നടക്കണ്ടേ? വി വിൽ വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ താങ്കളുടെ വാക്കുകൾ ശരിയാണെങ്കിൽ 1 മാസം കാത്തിരിക്കേണ്ടി വരില്ല. അല്ല, താങ്കളുടെ വാക്കുകളാണ് അങ്ങനെ വാക്കൊന്നുമില്ല. ഞാൻ നിങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണ്. അപ്പൊ എനിക്കായിട്ടൊരു പ്രത്യേകിച്ചൊരു വാക്കൊന്നുമില്ല. ഞാനൊരു കോമൺ നീതി നമ്മൾ പ്രതീക്ഷിക്കൂലേ, അതിന്റെ ഭാഗമായിട്ട് പറയാം. താങ്കൾ പറഞ്ഞു ആരെയും അങ്ങനെ രക്ഷിക്കാൻ കഴിയില്ല എന്ന്. ആരെങ്കിലും അജിത് കുമാറിനെ രക്ഷിക്കുന്നു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും തോന്നിയിട്ടില്ല. ഒരിക്കലും. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞാലേണ്ട. ഞാൻ അങ്ങനെ ഒരു തോന്നലില്ല. ഒരാളെയും രക്ഷിക്കുന്ന പാർട്ടിയല്ല ഇത്. അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കുന്ന പാർട്ടിയാണ്. അത് ആവർത്തിച്ച് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഈ ഗവൺമെന്റ് ഒന്നും ചെയ്യില്ല എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? അത് ശരിയല്ലല്ലോ. നിങ്ങളൊക്കെ ആ ശരിക്കും ആംഗിൾ ഒന്ന് മാറ്റി പിടിച്ചാൽ ഒന്നുകൂടി ഈ കാര്യങ്ങൾ സ്മൂത്ത് ആകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഗവൺമെന്റ് പലതും ചെയ്യുന്നു, മുഖ്യമന്ത്രി ഇടപെടുന്നു, കാര്യങ്ങൾ നല്ല വഴിക്ക് വരുന്നു എന്നൊരു നല്ല വാക്ക് നിങ്ങൾ പറഞ്ഞു കേൾക്കാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ല, ഞാൻ ചോദിക്കട്ടെ, ആ നല്ല വാക്കെന്ന് പറയുന്നത് ആദ്യത്തെയും രണ്ടാമത്തെയും വിക്കറ്റ് വീണു, അടുത്തത് ബിഗ് വിക്കറ്റ് ആണ്. അത് വീഴും. ഇന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. 1 മണിക്കൂറോളം അദ്ദേഹം സംസാരിച്ചിരുന്നു. ഈ കോൺഗ്രസിന്റെ RSS ബന്ധത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. CPM-ന്റെ ചരിത്രം അദ്ദേഹം പറഞ്ഞു. പക്ഷെ അപ്പോഴും ADGP RSS കൂടിക്കാഴ്ചയെ പറ്റി, ADGP-ക്കെതിരായ ആരോപണങ്ങളിൽ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു കണ്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ചോദിച്ചൂടായിരുന്നോ? നിങ്ങൾ 1 മണിക്കൂർ? അല്ല, അത് മാധ്യമങ്ങളോട് സംസാരിച്ചതല്ല, അതൊരു പരിപാടിയിലെ ഒരു പ്രസംഗമായിരുന്നു. മാധ്യമങ്ങളെ മാത്രം വിളിച്ച് CM 1 മണിക്കൂർ സംസാരിച്ചു.
ഞാൻ ഒന്നാമത് ഇന്ന് പകലൊന്നും നെറ്റ്വർക്കുള്ള ഏരിയയിലായിരുന്നില്ല ഉണ്ടായിരുന്നത്. അല്ലല്ല, അങ്ങനത്തെ മാധ്യമങ്ങളുടെ അങ്ങനെ ഒരു പ്രസ് കോൺഫറൻസ് ആയിരുന്നില്ല MLA. അല്ല മേഡം, നിങ്ങൾ പറഞ്ഞത് മാധ്യമങ്ങളോട് സംസാരിച്ചൊരു മണിക്കൂർ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അല്ല, അതൊരു ഒരു പൊതുപരിപാടിയായിരുന്നു. പക്ഷെ ആ പരിപാടിയിൽ 1 മണിക്കൂറോളം മുഖ്യമന്ത്രി സംസാരിച്ചത് ഈ കോൺഗ്രസ് RSS ബാന്ധവത്തെക്കുറിച്ചും CPM-ന്റെ ചരിത്രത്തെക്കുറിച്ചും CPM-ന്റെ പാർട്ടി പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചാണ്. പക്ഷെ അതൊക്കെ പറയുമ്പോഴും നമ്മുടെ പൊതുസമൂഹത്തിൽ ഇപ്പോൾ എന്തിന് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGP, അത്രയും ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ADGP എന്തിന് ഒരു സ്വകാര്യ സന്ദർശനം 2 RSS നേതാക്കളെ കണ്ടു എന്നൊരു ചോദ്യമുണ്ടല്ലോ. അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല, ഒരു വാക്കുപോലും പറഞ്ഞില്ല. ആണ് മുഖ്യമന്ത്രി പ്രസംഗിച്ചത്. മുഖ്യമന്ത്രി അറ്റൻഡ് ചെയ്ത പൊതുയോഗമായിരുന്നു, ഒരു പൊതുപരിപാടിയായിരുന്നു അത്. അല്ല, എന്ത് പരിപാടിയായിരുന്നു? എന്തായിരുന്നു പരിപാടി? ആരെയാണ് മുഖ്യമന്ത്രി അഡ്രസ് ചെയ്തത്? അതൊരു പാർട്ടി പരിപാടിയായിരുന്നു. പാർട്ടി പരിപാടിയിൽ പറയേണ്ട കാര്യം, അദ്ദേഹം ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയല്ലേ, മുഖ്യമന്ത്രി മാത്രമല്ലല്ലോ. അപ്പൊ അദ്ദേഹം അവിടെ പൊളിറ്റിക്സിൽ സംസാരിക്കേണ്ടത്. RSS-ഉം ഈ പറയുന്ന കോൺഗ്രസുമായുള്ള ബന്ധവും ഈ പറയുന്ന പ്രതിപക്ഷ നേതാവുമായുള്ള ബന്ധവും ഉദയർജനിയുമായുള്ള ബന്ധവും നമ്മൾ കണ്ടതല്ലേ. 400-ഓളം സഖാക്കള് ജീവൻ കൊടുത്ത RSS-ന്റെ കത്തിക്ക് മുന്നിൽ ജീവൻ കൊടുത്ത ഒരു പാർട്ടിയാണ്. അത് ഓർമ്മിപ്പിക്കാതെ ഒരു പാർട്ടി സമ്മേളനത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വരാൻ കഴിയുമോ? അദ്ദേഹം പാർട്ടിയുടെ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയല്ലേ. അതെന്താ നിങ്ങൾ ആ അർത്ഥത്തിൽ കാണാത്തത്? അല്ല, അതിലെ രാഷ്ട്രീയത്തിനല്ല, രാഷ്ട്രീയം അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ്, രാഷ്ട്രീയം എന്താണ്, രാഷ്ട്രീയ പൊതുയോഗല്ലേ, രാഷ്ട്രീയം അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞു. പക്ഷേ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ എന്തിനാ കൂടിക്കാഴ്ച എന്നൊരു ചോദ്യമുണ്ട്. അതും രാഷ്ട്രീയമായുള്ള ഒരു ചോദ്യമല്ലേ PV Anwar? അല്ല, അതൊരു പൊതുസ്ഥലത്തല്ലല്ലോ പറയേണ്ടത്. അതിന് ഈ പാർട്ടിക്ക് നല്ല സംവിധാനമുണ്ട്. നിങ്ങൾക്കറിയാലോ, അതൊരു കാഡർ പാർട്ടിയാണ്. ആ സിസ്റ്റത്തെ കുറിച്ചൊക്കെ നല്ല ധാരണ ഉണ്ട്. അത് അവിടെയല്ലേ ചർച്ച ചെയ്യേണ്ടത്. പാർട്ടി പ്രവർത്തകരുടെയും അനുഭാവികളുടെയും ഒരു രാഷ്ട്രീയ യോഗത്തിൽ രാഷ്ട്രീയല്ലേ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ പറയേണ്ടത്. അവിടെ അദ്ദേഹം മുഖ്യമന്ത്രിയല്ല, അവിടെ അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അതിനനുസരിച്ച് അദ്ദേഹം സംസാരിക്കും. അല്ല, ഇതേ പോളിറ്റ് ബ്യൂറോ അംഗമാണ് നിയമസഭയിൽ പണ്ട് സെൻകുമാർ കണ്ടതിനെ കുറിച്ച് സംസാരിച്ചത്. അപ്പം സംസാരിക്കുന്നതിന് വിലക്കില്ല, സംസാരിക്കാം വേണമെങ്കിൽ. അല്ല, വേണമെങ്കിൽ സംസാരിക്കാമെന്ന് നിങ്ങളല്ലല്ലോ തീരുമാനിക്കേണ്ടത്, സംസാരിക്കുന്ന വ്യക്തിയല്ലേ തീരുമാനിക്കേണ്ടത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ അങ്ങനെ തീരുമാനിക്കുമ്പോഴല്ലേ ഈ കുഴപ്പം വരുന്നത്. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. താങ്കൾ ഒരു പ്രാവശ്യം പറഞ്ഞു ഈ എന്തെങ്കിലും പരാതിയുമായി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോയാൽ ആ പരാതി നേരെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് പോകും, പിന്നെ അത് ചവറ്റുകുട്ടയിലേക്ക് പോകും. ഇപ്പൊ താങ്കൾ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളാണ്, അതിലൊക്കെ നടപടി വരികയാണ്. നല്ല കാര്യം. ആ രീതിയിൽ തന്നെ എവിടെ നിന്ന് തുടങ്ങിയോ അവിടേക്കൊക്കെ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. താങ്കൾ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ ഗൗരവത്തിൽ നടപടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും താങ്കൾ ഉന്നയിച്ച പരാതി അത് ഒരു പൊളിറ്റിക്കൽ സംരക്ഷണം ലഭിക്കുന്നുണ്ട് ADGPക്ക് എന്നതാണ്. ആ നിലപാടിൽ തന്നെയാണോ താങ്കൾ ഇപ്പോഴും ഉള്ളത്, അതോ അതിനെ മറികടന്ന നടപടി വരുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ 2 കാര്യങ്ങൾ തിരുത്തണം. ഞാൻ പറയാത്ത 2 കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്. മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന എല്ലാ പരാതികളും പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ മേശപ്പുറത്തെത്തും, അത് ചവറ്റുകൊട്ടയിലേക്ക് പോകും എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതൊരിക്കലും ശരിയല്ല. പൊളിറ്റിക്കൽ സെക്രട്ടറി ചവറ്റുകൊട്ടയിലേക്ക് ഇടാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്ന അദ്ദേഹം ചവറ്റുകൊട്ടയിലേക്ക് ഇടും. അത് ഈ പോലീസിനെ കുറിച്ചുള്ള പരാതികളാണ്. ആ പരാതികളിൽ ഒരു തീരുമാനം ഉണ്ടാവാറില്ല. അദ്ദേഹം എടുത്ത പൊളിറ്റിക്കൽ ഡിസിഷന്റെ ഭാഗമായിട്ടാണ് ഈ പാർട്ടിക്ക് ഇത്ര വലിയ പോലീസിംഗിന്റെ ക്ഷീണം വന്നത്. ഈ ഗവൺമെന്റിന്റെ പ്രതിച്ഛായ മോശമാക്കിയത് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഇടപെടൽ ശരിയല്ലാത്തത് കൊണ്ടാണ്. അദ്ദേഹത്തിനെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണത്. ആ ഉത്തരവാദിത്തത്തിൽ അദ്ദേഹം പരാജയമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിലൊരു മാറ്റവുമില്ല. അദ്ദേഹം പരാജയം തന്നെയാണ് ആ കാര്യത്തിൽ. പാർട്ടിയെയും ഗവൺമെന്റിനെയും ഈ പോലീസിന്റെ വേണ്ടാത്തരത്തിൽ നിന്ന് സംരക്ഷിച്ച് നിർത്തി കേരളത്തിലെ ജനങ്ങൾക്കും പാർട്ടിയുടെ സാധാ പ്രവർത്തകർക്കും നീതി ലഭ്യമാക്കാൻ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടൽ പരാജയമായിരുന്നു. പാർട്ടിക്ക് അതിൽ ക്ഷീണമുണ്ടായിട്ടുണ്ട്, സാധാ പ്രവർത്തകർക്ക് ക്ഷീണമുണ്ടായിട്ടുണ്ട്. പാർട്ടിയിൽ നിന്ന് ഒരുപാട് അനുഭാവികൾ വിട്ടുനിൽക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ നിർജീവമായിട്ടുണ്ട്. അതിലെനിക്ക് ഒരു സംശയമില്ല കാര്യത്തിൽ. ഞാൻ അതിൽ എന്നും ഉറച്ചു നിൽക്കും. മനസ്സിലായി. താങ്കൾ അന്ന് പറഞ്ഞത് തന്നെയാണ് ഇന്നും ആവർത്തിക്കുന്നത്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ MLA. ഇപ്പം ADGP സ്ഥാനത്ത് ഇപ്പോഴും MR അജിത് കുമാർ ഇരിക്കുകയാണ്. അന്വേഷണം 1 മാസത്തിനുള്ളിൽ ആ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും ഈ കാലതാമസം വരുന്തോറും തെളിവ് നശിപ്പിക്കാനുള്ളൊരു സാധ്യത അതുകൂടി വർദ്ധിക്കുകയല്ലേ? വളരെ കൂടുതലാണ്, വളരെ കൂടുതലാണ്. അദ്ദേഹത്തെ പോലുള്ള ഒരു ടെറർ, ഒരു എന്താ പറയാ ക്രിമിനൽ ആ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആളുകൾ ഇപ്പോഴും പലരും തെളിവ്
നേരിട്ട് പറയുമ്പോഴും അത് പ്രത്യക്ഷമായി പറയാൻ പേടിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരെ ഇദ്ദേഹം കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ പരിധിക്ക് നിൽക്കാത്ത ഒരുപാട് ആളുകൾക്ക് അവർ ആക്ഷൻ എടുത്തിട്ട് അവർക്ക് PR കൊടുത്തിട്ടുണ്ട്. ഒരാളും രണ്ടാളും പത്താളല്ല ഈ സങ്കടം പറയുന്നത്. നാട് കടത്തിയിട്ടുണ്ട് പലരെയും വീടിന്റെ അടുത്തുനിന്ന്. ഒരിക്കലും കുടുംബത്തിലേക്ക് ഒരു മാസത്തിലൊരിക്കൽ പോലും തിരിച്ചു വരാൻ കഴിയാത്ത വിധം ആളുകളെ പോലീസുകാരെ ദയനീയമായി ശിക്ഷിച്ചിട്ടുണ്ട്. ഇതൊക്കെ നാട്ടിലുള്ള കാര്യല്ലേ? അതിനൊക്കെ ഉത്തരവാദി DGP അല്ലേ? ഇതെന്താ പൊളിറ്റിക്കൽ സെക്രട്ടറി കാണാതെ പോകുന്നത്? എത്രയോ പരാതികൾ അദ്ദേഹത്തിന് ഇതുമായി ലഭിച്ചിട്ടുണ്ടല്ലോ. അതെന്താ പുള്ളി അനലൈസ് ചെയ്യാത്തത്? അവിടെയാണ് പ്രശ്നം. ഇതെല്ലാം കൂടി ബഹുമാനപ്പെട്ട ഈ വകുപ്പിന്റെ 29 വകുപ്പ് ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ തലയിലിട്ടിട്ട് അദ്ദേഹത്തെ കരിവാരിത്തേക്കാനാണ് നിങ്ങളെ പോലെയുള്ളവർ ശ്രമിക്കുന്നത്. അതിനെയാണ് ഞാൻ പ്രതിരോധിക്കുന്നത്. അല്ല, ഒരിക്കലും താങ്കളുടെ പോരാട്ടം, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, താങ്കളുടെ പോരാട്ടം വിജയം കാണുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. താങ്കൾ തന്നെ പറഞ്ഞു ഒറ്റയാൾ പോരാട്ടമാണ്, താഴെത്തട്ടിൽ നിന്ന് തുടങ്ങിയ പോരാട്ടമാണ് അത് വിജയം. താങ്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് വളരെ ഗൗരവമുള്ളതാണ്. അതിൽ ഓരോ നടപടിയും വന്നുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ എവിടെ വെറും ഒരു മരമുറിയിൽ തുടങ്ങിയത് ഇപ്പോൾ എവിടെ വന്ന് നിൽക്കുന്നു എന്ന് നമുക്ക് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം കൂടി MLA, ഇപ്പം താങ്കൾ ഒരു വാട്സപ്പ് നമ്പർ പുറത്തുവിട്ടിരുന്നു പോലീസുകാർക്കെതിരായ പരാതിയുമായി ബന്ധപ്പെട്ട്. ഈ താങ്കളുടെ ഒറ്റയാൾ പോരാട്ടത്തിന്റെ ഒരു ഭാഗമായിട്ടാണത്. കുറെ പരാതികൾ ലഭിച്ചോ താങ്കൾക്ക്? ഒരുപാട് പരാതികൾ ലഭിച്ചു. ഞാനിപ്പോ പോസ്റ്റ് ഇടുന്നുണ്ട്. ആ വാട്സാപ്പ് നമ്പർ ഹാക്ക് ചെയ്യപ്പെട്ടു. വാട്സാപ്പ് നമ്പർ ഹാക്ക് ചെയ്യപ്പെട്ടു. ഞങ്ങളിപ്പോ പോസ്റ്റ് ചെയ്യാൻ പോവാണ്. അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം പരാജയപ്പെട്ട് ഇപ്പൊ നെഗറ്റീവ് എന്താ പറയാ ഒപ്പീനിയൻ കൊടുത്തിട്ട് വാട്സാപ്പ് ആ നമ്പർ ഇപ്പോ സ്റ്റോപ്പ് ചെയ്തതാണോ ഇവരുടെ സൈബർ വിങ് ഹാക്ക് ചെയ്തതാണോ എന്നറിയില്ല. അതിന്റെ ഡീറ്റെയിൽസ് ഞങ്ങളിപ്പോ പോസ്റ്റ് ചെയ്യും. അതായത് ഞാൻ പരസ്യപ്പെടുത്തിയ നമ്പർ, വാട്സാപ്പ് നമ്പർ, അത് ഹാക്ക് ചെയ്യപ്പെട്ടു. അതിന്റെ ഡീറ്റെയിൽസ് ഇപ്പൊ ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട് ഫേസ്ബുക്കിൽ. യു ക്യാൻ സീ ഇറ്റ്. വളരെ ഗുരുതരമായ ഒരു വിഷയമല്ലേ? ഒരു പൊതുപ്രവർത്തകൻ, ഒരു MLA ആളുകൾക്ക് പൊതുസമൂഹത്തിന് പരാതി പറയാൻ നൽകിയ ഒരു നമ്പർ ഹാക്ക് ചെയ്യപ്പെട്ടു. അതെ, അതിപ്പോ പോസ്റ്റ് ചെയ്യാം. അതിന് തെളിവടക്കം. ഇതാണ് വിശേഷം. ഇതിപ്പോ എന്നാണ് താങ്കൾ ഇത് ഹാക്ക് ചെയ്തു എന്ന് അറിഞ്ഞത്? എന്താണ്, ഇന്നാണോ? അല്ല, ഇന്നാണ്. നമ്മൾ ആ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടേ ഇരിക്കായിരുന്നു. അതിന് സിസ്റ്റം സംവിധാനം ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിൽ നോക്കുന്നത്, ഞാൻ പറഞ്ഞ ഈ ക്രിമിനൽ ഇവരുടെ ക്രിമിനലിസവുമായി ബന്ധപ്പെട്ട തെളിവുകൾ ആരെങ്കിലും വല്ല മെസ്സേജ് നൽകുന്നുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പം അതിലപ്പുറം എന്താ പറയാ, ഹെൽമെറ്റ് പിടിച്ച കേസ് തൊട്ടിട്ട് എല്ലാ കേസും അതൊന്നും നമ്മുടെ ഭാഗമേ അല്ല. അതിനൊക്കെ ഒരു സിസ്റ്റം പോലീസുണ്ട്. ഞാൻ ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് വല്ല തെളിവുകളും പരാതികളും തരാനുള്ള ഒരു സാഹചര്യം അവർക്ക് ഒരുക്കി കൊടുക്കുക എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായി. അതാണ് ഇപ്പോ ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഡീറ്റെയിൽസ് ഇപ്പൊ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഹാക്ക് ചെയ്തോ അതോ ചോർത്തിയോ? താങ്കൾക്ക് എന്താണ് സംശയം? അല്ല, നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല വാട്സാപ്പ്. ഇപ്പോ വാട്സാപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. അതെ. ആരെങ്കിലും സംശയമുണ്ടോ? അല്ല, സംശയം ഇപ്പൊ ഈ പറയുന്നവരൊക്കെ അല്ലാതെ വേറെ അമേരിക്കൻ പ്രസിഡന്റ് വന്നിട്ട് ഇത് ഹാക്ക് ചെയ്യാൻ പറയില്ലല്ലോ. ഈ അജിത് കുമാറും ടീമല്ല അത് ആരോഗ്യം ചെയ്യുക. ആർക്കും അതിന് ധൈര്യം വരിക? അതിനനുസരിച്ച് പണി അവരെടുത്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം പ്രതീക്ഷ തന്നെ നമ്മൾ നിൽക്കുന്നത്. അതായത് താങ്കൾ ഒരു ഭാഗത്തുനിന്ന് പോരാട്ടം തുടരുമ്പോൾ ആ പോരാട്ടം തടസ്സപ്പെടുത്താൻ പലരും ശ്രമിക്കുന്നുണ്ട്. അല്ല, തടസ്സപ്പെടുത്തിട്ട് അത് സ്വാഭാവികല്ലേ. അവരവരുടെ വഴി നോക്കൂലേ. ഞാൻ ചെറിയ കാര്യങ്ങളല്ലല്ലോ പറഞ്ഞത്. ഇവരൊക്കെ സെൻട്രൽ ജയിലിലേക്ക് പോകുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ വഴിയും അവർ നോക്കൂലേ. ഞാൻ ചോദിക്കട്ടെ, ശരി, വളരെയധികം നന്ദി. താങ്ക് യു.